നമസ്കാരം, വെരി ഗുഡ് മോർണിംഗ്. ഇന്ന് നവംബർ 21 വ്യാഴാഴ്ചയാണ്, വൃശ്ചികം 5. പുതിയ ഒരു വാർത്താ പ്രഭാതത്തിലേക്ക് 24ന്റെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും സ്വാഗതം. ഈ വാർത്താ ദിനത്തിലെ സമഗ്ര വിവരങ്ങളുമായി 24ന്റെ പ്രതിനിധികൾ വിവിധ മേഖലകളിൽ നിന്ന് പ്രേക്ഷകർക്കൊപ്പം ചേരുകയാണ്. തിരുവനന്തപുരത്ത് നിന്ന് റിനു ശ്രീധർ, ഡൽഹിയിൽ നിന്ന് ബൽറാം നെടുങ്ങാടി, കൊച്ചിയിൽ നിന്ന് വിപിൻ സി വിജയൻ, കോഴിക്കോട് നിന്ന് മിഥില ബാലൻ എന്നിവരാണ് ചേരുന്നത്. ആദ്യം തിരുവനന്തപുരത്ത് നിന്നും തെക്കൻ കേരളത്തിൽ നിന്നുള്ള വാർത്തകളുടെ വിശദാംശങ്ങളുമായി റിനു ശ്രീധറാണ് ചേരുന്നത്. റിനു, വെരി ഗുഡ് മോർണിംഗ്. കഴിഞ്ഞ ദിവസം 6ാമത്തെ അറസ്റ്റ് ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ നടന്നു. അത് പത്മകുമാറിനായി പ്രത്യേക അന്വേഷണ സംഘം ഉടൻ കസ്റ്റഡി അപേക്ഷ നൽകും. ഈ പത്മകുമാർ പറഞ്ഞ് താൻ ദൈവതുല്യനായി കരുതുന്നത് ആര്, ഇനി കൂടുതൽ പേർ അറസ്റ്റിലേക്ക് വരുമോ എന്നുള്ള ചോദ്യങ്ങളൊക്കെ നിലനിൽക്കുകയാണല്ലോ. ഒപ്പം തന്നെ ഇന്ന് CPIM സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗം ഈ അറസ്റ്റ് ഇന്ന് ചർച്ചയാകും. പ്രധാനപ്പെട്ട ഒരു നേതാവിന്റെ അറസ്റ്റ് അത് ഏത് രീതിയിൽ തദ്ദേശ തെരഞ്ഞെടുപ്പിനെയൊക്കെ ബാധിക്കുമെന്നതൊക്കെ ചർച്ചകളാകുമല്ലോ അല്ലെ. ഇതുൾപ്പെടെ എന്തൊക്കെ വാർത്തകൾ നമുക്ക് പ്രതീക്ഷിക്കാം? ഗുഡ് മോർണിംഗ് ക്രിസ്റ്റീന. എന്തായാലും ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തകൾ ക്രിസ്റ്റീന സൂചിപ്പിച്ചതുപോലെ തന്നെ സ്വർണ്ണപ്പാളി വിവാദവുമായി ബന്ധപ്പെട്ടുകൊണ്ട് നിലവിലെ പത്മകുമാർ 6ാമൻ കൂടി അറസ്റ്റിലായിരിക്കുന്നു എന്നുള്ളതാണ്. നമുക്കറിയാം, നേരത്തെ തന്നെ CPM-വുമായി വലിയ രീതിയിൽ ഇടഞ്ഞു നിൽക്കുന്ന ഒരു സാഹചര്യമാണ് പത്മകുമാറിനുണ്ടായിരുന്നത്. യുവതീ പ്രവേശന സമയത്ത് തന്റെ ശമ്പളം ഉൾപ്പെടെ നൽകാം എന്നുള്ളതാണ് പ്രക്ഷോഭകരോട് പറഞ്ഞതൊപ്പം വലിയ രീതിയിൽ, അതായത് തന്റെ വീട്ടിൽ നിന്ന് ഒരാൾ പോലും ശബരിമലയ്ക്ക് വരില്ല, സ്ത്രീകൾ വരില്ല എന്നുള്ള കാര്യങ്ങൾ ഉൾപ്പെടെ പറഞ്ഞ് CPM നേതാവായിട്ടുള്ള A. പത്മകുമാർ പാർട്ടിയെ പ്രതിരോധത്തിലാക്കിയിട്ടുണ്ട്. ഒപ്പം വീണ ജോർജിനെ ക്ഷണിതാവായി പാർട്ടി തീരുമാനിച്ചപ്പോൾ സോഷ്യൽ മീഡിയയിൽ അടക്കം പ്രതികരിച്ച് വലിയ രീതിയിൽ ഒരു പ്രതിരോധം CPM-ന് തീർക്കുകയും ചെയ്തു. അത്തരത്തിലൊരു പ്രതിരോധം തന്നെയാണ് ഇപ്പോൾ ഇദ്ദേഹത്തിന്റെ അറസ്റ്റ് CPM-ന് ഉണ്ടാക്കിയിരിക്കുന്നത്. അത് വലിയ രീതിയിൽ CPIM ഇന്നിപ്പോൾ സെക്രട്ടേറിയറ്റ് യോഗത്തിൽ ചർച്ച ചെയ്യും. ഇന്ന് 10 മണിക്ക് സെക്രട്ടേറിയറ്റ് യോഗം CPIM-ന്റെ AKG സെന്ററിൽ ചേരുന്നുണ്ട്. കൃത്യമായി തന്നെ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിന്റെ കാര്യങ്ങൾ വിലയിരുത്തുന്നതിന് വേണ്ടിയാണ് ഈ യോഗം ഇന്ന് ചേരുന്നത്. അതിനൊപ്പം ഈ പത്മകുമാറിന്റെ അറസ്റ്റ് ഏത് തരത്തിലുള്ള പ്രതിരോധമാണ് പാർട്ടിക്ക് ഉണ്ടാക്കിയത്, തെരഞ്ഞെടുപ്പ് സാഹചര്യത്തിൽ അതിനെങ്ങനെ മറികടക്കാം എന്നുള്ള കാര്യങ്ങൾ ഉൾപ്പെടെ യോഗത്തിൽ ചർച്ച ചെയ്യും എന്നുള്ളതാണ്. മറ്റൊന്ന്, അറസ്റ്റുമായി ബന്ധപ്പെട്ടുകൊണ്ട് കസ്റ്റഡി അപേക്ഷ നൽകും എന്നുള്ളതാണ്. ഇന്നോ തിങ്കളാഴ്ചയോ കസ്റ്റഡി അപേക്ഷ നൽകും പ്രത്യേക അന്വേഷണ സംഘം. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, താൻ ദൈവതുല്യനായി കാണുന്ന ഒരാൾ ഇതിന് പിന്നിലുണ്ട് എന്നുള്ള നേരത്തെ തന്നെ പത്മകുമാർ പറഞ്ഞു കഴിഞ്ഞു. അത് ആരാണ് എന്നുള്ളതാണ് ഇനി ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. അറസ്റ്റ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഇനിയും ഉണ്ടാകുമോ, ഇനിയും ഉന്നതരിലേക്ക് SIT എത്തുമോ എന്നുള്ളതാണ്. എന്തായാലും നിർണായക തെളിവുകൾ അടക്കം ശേഖരിച്ചതിന് ശേഷമാണ് ഈ കേസ് ഏറ്റവും ഉന്നതനായിട്ടുള്ള A. പത്മകുമാറിനെ പ്രത്യേക അന്വേഷണ സംഘം കസ്റ്റഡിയിലെടുത്ത് അറസ്റ്റ് രേഖപ്പെടുത്തി ഇന്നലെ കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്യുകയും ചെയ്തത്. തിരുവനന്തപുരത്തെ സ്പെഷ്യൽ സബ് ജയിലിലാണ് അദ്ദേഹം റിമാൻഡിൽ കഴിയുന്നത്. കസ്റ്റഡി അപേക്ഷ ഉടൻ നൽകുകയും ചെയ്യും. മറ്റൊരു ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത എന്ന് പറയുന്നത്, നമുക്കറിയാം, സംസ്ഥാനം മൊത്തത്തിൽ പരിശോധിക്കുകയാണെങ്കിൽ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ട് നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കുവേണ്ടുന്ന ഏറ്റവും അവസാനത്തെ ദിവസമാണ് ഇന്ന് വൈകുന്നേരം 3 മണിയാണ് ഇലക്ഷൻ കമ്മീഷൻ ഈ സമയമായി അനുവദിച്ചിരിക്കുന്നത്. ആ സമയത്തിനുള്ളിൽ നേരിട്ടോ അല്ലെങ്കിൽ നിർദ്ദേശകൻ വഴിയോ സ്ഥാനാർത്ഥികൾക്ക് നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാം എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. 95,386 പേർ നിലവിൽ ഇതുവരെ ഇന്നലെ വൈകുന്നേരം വരെയുള്ള കണക്കനുസരിച്ച് നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. ഈ മാസം 24 വരെയാണ് നാമനിർദ്ദേശ പത്രിക പിൻവലിക്കുവാനുള്ള സമയം നൽകിയിരിക്കുന്നത്. ക്രിസ്റ്റീന. റിനു ശ്രീധറാണ് തെക്കൻ കേരളത്തിൽ നിന്ന് പ്രതീക്ഷിക്കാവുന്ന വാർത്തകളുടെ വിശദാംശങ്ങളുമായി ചേർന്നത്. ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ CPIM നേതാവും ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റുമായ A. പത്മകുമാറിന്റെ അറസ്റ്റ് തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ചർച്ചയാകും. പാർട്ടി ഉന്നത നേതൃത്വവുമായി അടുത്ത ബന്ധമുള്ള പത്മകുമാറിന്റെ അറസ്റ്റ് പ്രതിപക്ഷവും BJPയും പ്രചാരണ വിഷയമാക്കും. പ്രാദേശിക വിഷയങ്ങൾ ചർച്ചയാകുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പിൽ സ്വർണ്ണക്കൊള്ള തിരിച്ചടിയാകില്ലെന്ന ആത്മവിശ്വാസത്തിലാണ് CPIM. ശബരിമല സ്വർണ്ണക്കൊള്ള പുറത്തു വന്നപ്പോൾ തന്നെ അത് തെരഞ്ഞെടുപ്പ് വർഷത്തിലെ പ്രധാന രാഷ്ട്രീയ ആയുധമായി മാറുമെന്ന് ഉറപ്പായിരുന്നു. ആദ്യഘട്ടത്തിൽ ഉണ്ണികൃഷ്ണൻ പോറ്റിയെയും ദേവസ്വം ജീവനക്കാരെയും ചുറ്റിപ്പറ്റി വളർന്ന കേസ് CPIM ബന്ധമുള്ള N. വാസു അറസ്റ്റ് ചെയ്യപ്പെട്ടതോടെ തിരഞ്ഞെടുപ്പ് വിഷയമായി മാറി. പത്മകുമാറിന്റെ അറസ്റ്റോടെ ശബരിമല സ്വർണ്ണക്കൊള്ള തദ്ദേശ തെരഞ്ഞെടുപ്പിലെ മുഖ്യ ചർച്ചാ വിഷയമാവുകയാണ്. അറസ്റ്റിന് പിന്നാലെ UDF നേതൃത്വം ഒറ്റക്കെട്ടായി സർക്കാരിനെയും CPIM-നെയും വിമർശിച്ച് രംഗത്ത് വന്നിട്ടുണ്ട്. ശബരിമലയുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന മധ്യ കേരളത്തിലും തെക്കൻ കേരളത്തിലും പത്മകുമാറിന്റെ അറസ്റ്റ് രാഷ്ട്രീയ തിരിച്ചടി ഉണ്ടാക്കുമെന്ന് LDF-ന് ആശങ്കയുണ്ട്. വാസുവിന്റെയും പത്മകുമാറിന്റെയും പാർട്ടി ബന്ധം ഒരു തരത്തിലും നിഷേധിക്കാനാകാത്തതിനാൽ CPIM ആണ് പ്രതിക്കൂട്ടിലാകുന്നത്.
പത്മകുമാർ അന്വേഷണ സംഘത്തിന് നൽകുന്ന മൊഴിയുടെ അടിസ്ഥാനത്തിൽ രാഷ്ട്രീയ നേതൃത്വത്തിലുള്ള കൂടുതൽ പേർ അന്വേഷണ വലയത്തിലേക്ക് വരുമോ എന്ന ആശങ്കയും ഇടതു രാഷ്ട്രീയ വൃത്തങ്ങളിൽ വളരുന്നുണ്ട്. ശബരിമല സ്വർണ്ണക്കൊള്ള കേസിലെ രാഷ്ട്രീയ ബന്ധമുള്ളവരുടെ അറസ്റ്റ് തിരിച്ചടി ഉണ്ടാക്കുമെങ്കിലും അത് നിയമസഭാ തിരഞ്ഞെടുപ്പ് വരെ നീണ്ടുപോകാതിരിക്കാൻ സഹായിച്ചേക്കുമെന്നാണ് CPIM-ന്റെ പ്രതീക്ഷ. തദ്ദേശ തിരഞ്ഞെടുപ്പിൽ രാഷ്ട്രീയ തിരിച്ചടി ഉണ്ടായാൽ തന്നെ പ്രചാരണം നടത്തി നിയമസഭാ തിരഞ്ഞെടുപ്പിന് മുമ്പ് അത് മറികടക്കാനാകുമെന്നും CPIM പ്രതീക്ഷിക്കുന്നു. പ്രാദേശിക വിഷയങ്ങൾ ചർച്ച ചെയ്യപ്പെടുന്ന തദ്ദേശ തിരഞ്ഞെടുപ്പിൽ ശബരിമല വിവാദം വലിയ ആഘാതം ഉണ്ടാക്കില്ലെന്നും CPIM കരുതുന്നുണ്ട്. 24 തിരുവനന്തപുരം. ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ അറസ്റ്റിലായ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റ് പത്മകുമാറിന്റെ വീടിന് പോലീസ് കാവൽ തുടരുന്നു. വീട്ടിലേക്ക് പ്രതിഷേധ സാധ്യത കണക്കിലെടുത്താണ് പോലീസ് സുരക്ഷ. രാഷ്ട്രീയ സംഘടനകൾ വീട്ടിലേക്ക് ഇതുവരെ പ്രതിഷേധ മാർച്ചുകൾ പ്രഖ്യാപിച്ചിട്ടില്ല. തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടം നിലനിൽക്കുന്നതാണ് രാഷ്ട്രീയ പാർട്ടികളെ പരസ്യ പ്രതിഷേധത്തിൽ നിന്ന് പിന്നോട്ട് തിരിക്കുന്നത്. മാനദണ്ഡങ്ങൾ ബാധകമല്ലാത്ത ഹൈന്ദവ സംഘടനകൾ ഉൾപ്പെടെ വീട്ടിലേക്ക് പ്രതിഷേധം നടത്താനുള്ള സാധ്യതയും പോലീസ് തള്ളിക്കളയുന്നില്ല. ഇനി വീണ്ടും നമ്മുടെ പ്രതിനിധികളിലേക്കാണ് പോകുന്നത്. കൊച്ചിയിൽ നിന്നുള്ള വിവരങ്ങളുമായി വിപിൻ സി വിജയനാണ് ചേരുന്നത്. വിപിൻ, വെരി ഗുഡ് മോർണിംഗ്. മധ്യകേരളത്തിൽ നിന്ന് നമുക്ക് ഇന്ന് നിരവധി വാർത്തകൾ പ്രതീക്ഷിക്കാം. അതിൽ പ്രധാനപ്പെട്ട ഒന്ന് കൊച്ചി കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് നേരിടുന്ന വിമത ഭീഷണിയാണ്. മറ്റൊന്ന്, സംസ്ഥാനത്ത് നിന്ന് ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന മുന്നറിയിപ്പ് വരുന്നു. പ്രത്യേകിച്ച് മധ്യകേരളത്തിൽ മഴ ശക്തമാകാനുള്ളൊരു സാധ്യത ഉണ്ടെന്ന് പറയുന്നുണ്ടല്ലോ. ഗുഡ് മോർണിംഗ് ക്രിസ്റ്റീന. നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാനുള്ള അവസാന ദിവസം ഇന്നാണെന്നിരിക്കെ ഈ വിമത ഭീഷണിയാണ് ഇടതു വലതു മുന്നണികളെ ഒരുപോലെ ഭയപ്പെടുത്തുന്നത്. കാരണം അവരെ എങ്ങനെയെങ്കിലും ഇതിൽ നിന്ന് പിന്തിരിപ്പിക്കാനുള്ള ശ്രമങ്ങൾ, അനുനയ ശ്രമങ്ങളൊക്കെ തകൃതിയായി തന്നെ നടക്കുകയാണ്. അപ്പോൾ ഇന്ന് രാവിലെ മുതൽ തന്നെ ഈ നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാൻ കൂട്ടത്തോടെ ഇവർ എത്തും എന്നുള്ളത് തന്നെയാണ്. അപ്പോൾ അതിൽ എടുത്തു പറയേണ്ടത് എറണാകുളം കോർപ്പറേഷനെ സംബന്ധിച്ചാണ്. ഇപ്പോൾ തന്നെ കോൺഗ്രസിനെ സംബന്ധിച്ച് അവരത് തിരിച്ചുപിടിക്കാൻ, കോർപ്പറേഷൻ തിരിച്ചുപിടിക്കാനുള്ള കൊണ്ടുപിടിച്ച ശ്രമങ്ങളൊക്കെ നടക്കുന്നതിനിടയിലാണ് ഇപ്പോൾ 7 വിമത സ്ഥാനാർത്ഥികളെങ്കിലും കോർപ്പറേഷനിൽ മാത്രം കോൺഗ്രസിന് വന്നു കഴിഞ്ഞു. ഇതിൽ പലരെയും അനുനയിപ്പിക്കാനുള്ള ശ്രമങ്ങൾ നടക്കുന്നു എന്നുള്ളതാണ്. ജില്ലാ പഞ്ചായത്തിലേക്കും കോൺഗ്രസിന് ഒരു വിമത ഭീഷണി വരുന്നുണ്ട്. അതിലിപ്പോൾ ഒരു പേയ്മെന്റ് സീറ്റ് വിവാദം ഉണ്ടായിരുന്നു. അതിൽ മുക്താർ എന്നുള്ള ആൾ DCC തന്നെ പ്രഖ്യാപിച്ചിട്ടുള്ള സ്ഥാനാർത്ഥി ഇതിനോടകം തന്നെ നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചു കഴിഞ്ഞു. അപ്പോൾ ഇന്ന് അതിനെതിരായിട്ടുള്ളൊരു പത്രിക വരുമോ എന്നുള്ളതാണ് അവിടെ നിന്നും ഉറ്റുനോക്കേണ്ടത്. മറ്റൊന്നുള്ളത് പറവൂരിനെ സംബന്ധിച്ചാണ്. അവിടെ നിമിഷ രാജു ഇതിനോടകം നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചു. പക്ഷേ അവിടുത്തെ CPI-യിൽ തന്നെ അതിനെതിരെ വലിയ രീതിയിലുള്ള ഒരു പ്രതിഷേധം ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഇത്തരത്തിൽ ഈ ഒരു വിമത ഭീഷണി മുഴുവനായി തന്നെ നിൽക്കുന്നു. ഒരു ജില്ലാ പഞ്ചായത്ത് പിടിക്കാൻ, അല്ലെങ്കിൽ കോർപ്പറേഷൻ പിടിക്കാൻ, നഗരസഭ പിടിക്കാൻ ഒക്കെ ശ്രമിക്കുന്നതിനിടയിലാണ് ഇത്തരത്തിലുള്ള ഒരു ഭീഷണി നിലനിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ 24-നുള്ളിൽ അത് പിൻവലിപ്പിക്കുന്നതിനുള്ള ശ്രമങ്ങൾ ആ രീതിയിൽ നടക്കുന്നുണ്ട്. മറ്റൊന്നുള്ളിൽ പറഞ്ഞതുപോലെ മഴയുടെ ബന്ധപ്പെട്ടതാണ്. അത് തിരുവനന്തപുരം, കൊല്ലം, ആലപ്പുഴ, കോട്ടയം, ഒപ്പം തന്നെ ഇടുക്കി, എറണാകുളം എല്ലാം തന്നെ ഇന്ന് യെല്ലോ അലേർട്ടാണ്. നമുക്കറിയാവുന്നത് പോലെ തന്നെ രാവിലെയൊക്കെ ഒരു തെളിഞ്ഞ കാലാവസ്ഥയാണെങ്കിലും വൈകുന്നേരത്തോടു കൂടിയാണ് മഴ കനക്കാറ്. ഒരു 4 മണിക്ക് ശേഷം ഒരു കനത്ത മഴ പെയ്യുന്നു എന്നുള്ളതാണ് നിലവിലെ സ്ഥിതി. ഒപ്പം തന്നെ ഇടിമിന്നലും കാറ്റും വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. കഴിഞ്ഞ ദിവസമൊക്കെ ഇടിമിന്നൽ, വളരെ ശക്തമായിട്ടുള്ള ഇടിമിന്നൽ തന്നെയാണ് ഉണ്ടായിരുന്നത്. ഈ എറണാകുളത്തെ സംബന്ധിച്ച് ആ ഒരു സമയത്ത് വലിയ വെള്ളക്കെട്ടാണ് രൂപപ്പെട്ടിരുന്നത്. ഇവിടെ കലൂർ ഉൾപ്പെടെയുള്ള പ്രദേശങ്ങളിൽ വെള്ളക്കെട്ട് ഉണ്ടാവുകയും പിന്നീട് പക്ഷേ അത് ഒഴിഞ്ഞുപോയി എന്നുള്ളതാണ് ഒരു ആശ്വാസമായിട്ടുള്ള ഒരു കാര്യം. അപ്പോൾ അതിലൊരു അതീവ ശ്രദ്ധ വേണം. പ്രത്യേകിച്ച് ഈ മലയോര മേഖലയിലൊക്കെ മഴ കനക്കാനുള്ള ഒരു സാധ്യത ഇന്ന് നിലനിൽക്കുന്നു എന്നുള്ളതാണ്. ഇടുക്കിയിൽ 4 ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടി മരിച്ചത് അതിദാരുണമായൊരു സംഭവമായിരുന്നു. അതിൽ പോലീസിന്റെ നടപടി ഉൾപ്പെടെയുള്ള വാർത്തകളും ഇന്ന് മധ്യ കേരളത്തിൽ നിന്ന് പ്രതീക്ഷിക്കാം. ക്രിസ്റ്റീന. ശരി, വിപിൻ സി വിജയനാണ് മധ്യകേരളത്തിൽ നിന്നുള്ള വാർത്തകളുടെ അപ്ഡേറ്റ്സുമായി ചേർന്നത്. ഇനി നമ്മൾ പോകുന്നത് കോഴിക്കോട്ടേക്കാണ്. അവിടെ മിഥില ബാലനുണ്ട്. വടക്കൻ കേരളത്തിൽ നിന്നുള്ള വാർത്തകളുടെ അപ്ഡേറ്റ്സ് എന്തൊക്കെയാണെന്ന് നോക്കാം. മിഥില, വെരി ഗുഡ് മോർണിംഗ്. സംസ്ഥാനത്തെ സർക്കാർ മെഡിക്കൽ കോളേജിലെ ഡോക്ടേഴ്സ് ഇന്ന് പണിമുടക്കുകയാണ്. അപ്പോൾ OP പണിമുടക്കും മൂലം രോഗികൾക്ക് ബുദ്ധിമുട്ടുണ്ടാകാനുള്ളൊരു സാധ്യതയുണ്ടെന്ന് മനസ്സിലാക്കുന്നു. അവിടെ നിന്നുള്ള വാർത്തകൾ എന്തൊക്കെയായിരിക്കുമെന്ന്? ക്രിസ്റ്റീന, ഗുഡ് മോർണിംഗ്. അതുതന്നെയാണ് മലബാറിൽ നിന്നും ഇന്ന് നൽകാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത. 5ാമത്തെ ആഴ്ചയാണ് മെഡിക്കൽ കോളേജിലെ ഡോക്ടർമാർ ഇത്തരത്തിൽ OP ബഹിഷ്കരണ സമരവുമായി മുന്നോട്ട് പോകുന്നത്. കഴിഞ്ഞ 4 ആഴ്ചയും നമ്മൾ കണ്ടതാണ് സംസ്ഥാനത്തെ മെഡിക്കൽ കോളേജുകളിൽ എത്തിയ രോഗികൾ എത്രത്തോളം ഈ ഒരു OP ബഹിഷ്കരണ സമരം കാരണം ബുദ്ധിമുട്ടി എന്നത്. പ്രത്യേകിച്ച് മെഡിക്കൽ കോളേജ് എന്ന് പറയുമ്പോൾ തന്നെ സാധാരണക്കാരായ ജനങ്ങൾ ആശ്രയിക്കുന്ന ഒരു സ്ഥലമാണ്. കോഴിക്കോട് മെഡിക്കൽ കോളേജിനെ സംബന്ധിച്ച് എടുത്തു പറയുകയാണെങ്കിൽ വയനാട്ടിൽ മെഡിക്കൽ കോളേജ് ഉണ്ടെങ്കിൽ പോലും അത് പൂർണ്ണസ്ഥിതിയിലേക്ക് എത്തിയിട്ടില്ല. അതുകൊണ്ട് തന്നെ വയനാട്ടിലെ രോഗികൾ, ആദിവാസി വിഭാഗങ്ങൾ ഉൾപ്പെടെയുള്ള രോഗികൾ
മറ്റ് മലബാറിലെ മറ്റ് ജില്ലകളിൽ നിന്നുള്ള രോഗികളെല്ലാം തന്നെ ആശ്രയിക്കുന്ന ഒരു കേന്ദ്രമാണ് കോഴിക്കോട് മെഡിക്കൽ കോളേജ് എന്നത്. അതുകൊണ്ട് തന്നെ ഈ ഡോക്ടർമാരുടെ OP സമരം വലിയ രീതിയിൽ കഴിഞ്ഞ 4 ആഴ്ചയും നമ്മൾ കണ്ടതാണ്. വലിയ രീതിയിൽ OP വിഭാഗത്തിനുമുള്ള നിരയെല്ലാം നമ്മൾ കണ്ടതാണ്. വലിയ രീതിയിൽ അവരെ ബാധിച്ചിട്ടുണ്ട്. അതേസമയം തന്നെ ഈ OP കൗണ്ടറിന് മുന്നിൽ തന്നെ കൃത്യമായി തന്നെ ഡോക്ടേഴ്സിന്റെ ഒരു ഫ്ലെക്സ് ബോർഡും വെച്ചിട്ടുണ്ട്. കാരണം എന്തുകൊണ്ടാണ് തങ്ങൾ ഇത്തരത്തിലുള്ള ഒരു OP ബഹിഷ്കരണ സമരത്തിലേക്ക് പോയത് എന്ന് കൃത്യമായി ഈ ഫ്ലെക്സ് ബോർഡിൽ പറയുന്നുണ്ട്. ഇതുമൂലം രോഗികൾക്കുണ്ടാവുന്ന ബുദ്ധിമുട്ടുകൾക്ക് അവർ ഖേദം പ്രകടിപ്പിക്കുകയും ചെയ്യുന്നുണ്ട്. അവർ കൃത്യമായി പറയുന്നു, ഈ മെഡിക്കൽ കോളേജുകളിൽ എത്തുന്ന രോഗികൾക്ക് കൃത്യമായ ചികിത്സ ഉറപ്പാക്കാൻ ഡോക്ടർമാരുടെ ന്യായമായ ആവശ്യങ്ങൾ പരിഹരിക്കപ്പെടേണ്ടതുണ്ട്. അത്തരം ഒരു ആവശ്യങ്ങൾ പരിഹരിക്കപ്പെടാനാണ് ഇത്തരത്തിലുള്ള ഒരു സമരത്തിലേക്ക് പോകുന്നത്. അതുകൊണ്ട് തന്നെ രോഗികൾക്കുണ്ടാവുന്ന ഈ ഒരു ബുദ്ധിമുട്ടിൽ ഖേദം പ്രകടിപ്പിക്കുന്നു എന്ന് പറയുന്നു. ഡോക്ടർമാർ ഉന്നയിക്കുന്ന പ്രധാനപ്പെട്ട 8 ആവശ്യങ്ങളാണ് അവർ മുന്നോട്ട് വെക്കുന്നത്. ശമ്പള പരിഷ്കരണത്തിലെ അപാകത, ഒപ്പം തന്നെ ശമ്പള കുടിശ്ശിക, കൂടുതൽ ഡോക്ടർമാരുടെ തസ്തിക സൃഷ്ടിക്കുക, അങ്ങനെ 8ഓളം ആവശ്യങ്ങളാണ് ഇവർ മുന്നോട്ട് വെച്ചിട്ടുള്ളത്. സെപ്റ്റംബർ 19 തന്നെ ഈ ഒരു പ്രതിഷേധ സമരം തുടങ്ങുന്നതുമായി ബന്ധപ്പെട്ട് സർക്കാരിന് നോട്ടീസ് നൽകിയിട്ടുണ്ടായിരുന്നു. എന്നിട്ട് പോലും ഈ പ്രശ്നം പരിഹരിക്കുന്നില്ല. ഏറ്റവും ഒടുവിൽ ആരോഗ്യവകുപ്പ് മന്ത്രിയുമായി ചർച്ച നടത്തി. പക്ഷേ ആ ഒരു ചർച്ചയിലും തീരുമാനമായിട്ടില്ല. അതിനെ തുടർന്നാണ് വീണ്ടും ഇത്തരത്തിൽ 5ാമത്തെ ആഴ്ചയും OP ബഹിഷ്കരിച്ചുള്ള ഒരു സമരത്തിലേക്ക് സർക്കാർ മെഡിക്കൽ കോളേജുകളിലെ ഡോക്ടർമാർ കടക്കുന്നത്. മാത്രമല്ല, ഇന്ന് സംസ്ഥാനത്തെ സർക്കാർ മെഡിക്കൽ കോളേജുകളിൽ രാവിലെ 10 മണിക്ക് ഡോക്ടർമാരുടെ ഒരു പ്രതിഷേധ പരിപാടിയും അല്ലെങ്കിൽ പ്രതിഷേധ ധർണയും സംഘടിപ്പിച്ചിട്ടുണ്ട്. ക്രിസ്റ്റീന, മിഥില ബാലനാണ് വടക്കൻ കേരളത്തിൽ നിന്ന് പ്രതീക്ഷിക്കാവുന്ന വാർത്തകളുടെ വിവരങ്ങളുമായി ചേർന്നത്. ഇനി കായിക വാർത്തകൾ. ഓസ്ട്രേലിയ ഇംഗ്ലണ്ട് ആഷസ് ടെസ്റ്റ് പരമ്പരയ്ക്ക് അല്പസമയത്തിനകം തുടക്കമാകും. രാവിലെ 7:50 ഓസ്ട്രേലിയയിലെ പെർത്തിലാണ് ആദ്യ മത്സരം. ആകെ 5 ടെസ്റ്റുകളാണ് പരമ്പരയിലുള്ളത്. പാറ്റ് കമ്മിൻസ് പരുക്കിന്റെ പിടിയിലായതിനാൽ സ്റ്റീവ് സ്മിത്താണ് ഓസ്ട്രേലിയയെ നയിക്കുന്നത്. ബെൻ സ്റ്റോക്സ് ആണ് ഇംഗ്ലണ്ടിന്റെ നായകൻ. ഓസ്ട്രേലിയയാണ് നിലവിലെ ചാമ്പ്യന്മാർ. ഇന്ത്യ ദക്ഷിണാഫ്രിക്ക 2ാം ടെസ്റ്റിന് നാളെ ഗുവാഹത്തിയിൽ തുടക്കമാകും. പരമ്പര നഷ്ടമാകാതിരിക്കാൻ ഇന്ത്യയ്ക്ക് ജയം അനിവാര്യം. കൊൽക്കത്തയിൽ സ്വയം കുഴിച്ച കുഴിയിൽ മൂക്കും കുത്തി വീണ ടീം ഇന്ത്യക്ക് ഗുവാഹത്തിയിൽ ജീവൻ മരണ പോരാട്ടം. ഇക്കളി ജയിക്കാനായില്ലെങ്കിൽ ഇന്ത്യയെ കാത്തിരിക്കുന്നത് 1/4 നൂറ്റാണ്ടിന് ശേഷം ദക്ഷിണാഫ്രിക്കയ്ക്കെതിരെ ഹോം ഗ്രൗണ്ടിൽ ടെസ്റ്റ് പരമ്പര നഷ്ടമാകുമെന്ന വലിയ നാണക്കേട്. ന്യൂസിലാൻഡിനെതിരെ വൈറ്റ് വാഷ് ചെയ്യപ്പെട്ടിട്ടും പിന്നെയും സ്പിൻകണി വെക്കാനുള്ള ഇന്ത്യൻ മണ്ടത്തരത്തിന് കൊൽക്കത്തയിൽ കൊടുക്കേണ്ടി വന്നത് വലിയ വില. ദക്ഷിണാഫ്രിക്കയുടെ സ്പിന്നർമാരെ വില കുറച്ച് കണ്ട് 30 റൺസിന്റെ തോൽവി ഇരന്നു വാങ്ങുകയായിരുന്നു ഗൗതം ഗംഭീറിന്റെ ടീം. 15 വർഷത്തിന് ശേഷമായിരുന്നു ദക്ഷിണാഫ്രിക്ക ഇന്ത്യയിൽ ഒരു ടെസ്റ്റ് മത്സരം ജയിക്കുന്നത്. 2ാം ടെസ്റ്റിന് ഇറങ്ങുമ്പോൾ കഴുത്തിന് പരിക്കേറ്റ നായകൻ ശുഭ്മാൻ ഗിൽ ഇല്ലാതെയാകും ഇന്ത്യ ഇറങ്ങുക. കഴിഞ്ഞ ടെസ്റ്റിൽ താൽക്കാലിക ക്യാപ്റ്റനായ ഋഷഭ് പന്തിനായിരിക്കും മുഴുവൻ ചുമതല. ഗില്ലിന് പകരം സായ് സുദർശൻ ടീമിലെത്താനാണ് സാധ്യത. അക്സർ പട്ടേലിനെ ഒഴിവാക്കി ദേവദത്ത് പടിക്കലിനെയോ നിതീഷ് കുമാർ റെഡ്ഡിയോ ഉൾപ്പെടുത്താനും സാധ്യതയുണ്ട്. അതേസമയം പരമ്പര തൂത്തുവാരാനിറങ്ങുന്ന ലോക ചാമ്പ്യന്മാരായ ദക്ഷിണാഫ്രിക്ക ആദ്യ ടെസ്റ്റ് ജയിച്ച ടീമിൽ മാറ്റം വരുത്താൻ ഇടയില്ല. സ്പോർട്സ് ഡെസ്ക് 24. ഇനി നമ്മൾ പോകുന്നത് രാജ്യ തലസ്ഥാനത്തേക്കാണ്. രാജ്യ തലസ്ഥാനത്ത് നിന്ന് വരാനിരിക്കുന്ന ദേശീയ വാർത്തകളുടെ അപ്ഡേറ്റ്സുമായി ബൽറാം നെടുങ്ങാടി ചേരും. ബൽറാം, വെരി ഗുഡ് മോർണിംഗ്. ഇന്ന് ഡൽഹിയിൽ നിന്ന് നിരവധി വാർത്തകളുണ്ട്. അതിലൊന്ന് കേരളത്തിലെ SIR-മായി ബന്ധപ്പെട്ട ഹർജികൾ ഇന്ന് സുപ്രീം കോടതി പരിഗണിക്കും എന്നതാണ്. ബീഹാറിലെ ഹർജികൾ പരിഗണിച്ച അതേ ബെഞ്ച് തന്നെയാണ് ഹർജികൾ പരിഗണിക്കുന്നത്. ഒപ്പം തന്നെ ഈ ചെങ്കോട്ട സ്ഫോടനത്തിൽ അന്വേഷണത്തിന്റെ ഭാഗമായി വൈറ്റ് കോളർ ടെറർ എക്കോസിസ്റ്റം അതെങ്ങനെയാണ് പ്രവർത്തിക്കുന്ന അത്തരത്തിലുള്ള അന്വേഷണങ്ങൾ വരുന്നു. G20 ഉച്ചകോടിയിൽ പങ്കെടുക്കാൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് ദക്ഷിണാഫ്രിക്കയിലേക്ക് തിരിക്കുകയുമാണല്ലോ. വെരി ഗുഡ് മോർണിംഗ് ക്രിസ്റ്റീന സൂചിപ്പിച്ച പോലെ തന്നെ ഒട്ടേറെ വാർത്തകൾ ഇന്ന് രാജ്യ തലസ്ഥാനത്ത് നിന്നും പ്രതീക്ഷിക്കുന്നുണ്ട്. അതിൽ കേരളത്തെ സംബന്ധിച്ചിടത്തോളം കേരളത്തിൽ നടന്നുവരുന്ന SIR നടപടികളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും നിർണായകമാണ്. ഈ SIR-മായി ബന്ധപ്പെട്ടുള്ള ഹർജികൾ ഇന്ന് സുപ്രീം കോടതി പരിഗണിക്കുന്നുണ്ട്. ഈ വിഷയത്തിൽ സംസ്ഥാന സർക്കാർ സമർപ്പിച്ച ഹർജി, മുസ്ലിം ലീഗ്, കോൺഗ്രസ്, CPIM എന്നിവർ സമർപ്പിച്ച ഹർജികൾ സുപ്രീം കോടതിക്ക് മുന്നിലുണ്ട്. ബീഹാർ SIR കേസ് പരിഗണിക്കുന്ന ജസ്റ്റിസ് സൂര്യകാന്ത് അധ്യക്ഷനായ 3-അംഗ ബെഞ്ച് തന്നെയാണ് ഈ ഹർജികൾ പരിഗണിക്കുന്നത്. പ്രധാനമായും ഈ തദ്ദേശ തെരഞ്ഞെടുപ്പ് നടപടികൾക്കിടെ SIR നടത്തുന്നത് പ്രായോഗികമല്ല എന്നുള്ളതാണ് സംസ്ഥാന സർക്കാർ ഒപ്പം തന്നെ മറ്റുള്ളവരും ഈ ഹർജികളിൽ ചൂണ്ടിക്കാണിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ തദ്ദേശ തെരഞ്ഞെടുപ്പ് പൂർത്തിയാകുന്നതുവരെ SIR നടപടികൾ നിർത്തിവെക്കണം എന്ന ആവശ്യമാണ്. ഇതിൻ്റെ പ്രായോഗിക വിഷയങ്ങൾ ചൂണ്ടിക്കാണിച്ചാണ് ഈ ഹർജികൾ എല്ലാം തന്നെയുള്ളത്. ഇക്കാര്യത്തിൽ സുപ്രീം കോടതി എന്ത് തീരുമാനമെടുക്കും എന്നുള്ളത് നിർണായകമാണ്. അതേസമയം മറ്റൊരു വിഷയം
വിഷയം എന്നുള്ളത് ഡൽഹി ചെങ്കോട്ടയിൽ നടന്ന ചാവേർ ആക്രമണവുമായി ബന്ധപ്പെട്ടുള്ള അന്വേഷണം മുന്നോട്ട് പോവുകയാണ്. ഈ കേസിൽ ഇതുവരെ 6 പേരുടെ അറസ്റ്റാണ് NIA രേഖപ്പെടുത്തിയിരുന്നത്. ആദ്യ ഘട്ടത്തിൽ പോലീസ് കസ്റ്റഡിയിലെടുത്ത ഡോക്ടർ മുസമിൽ അടക്കമുള്ള ഡോക്ടർ ഉമർ മുഹമ്മദിന്റെ കൂട്ടാളികളുടെ അറസ്റ്റ് കഴിഞ്ഞ ദിവസം NIA രേഖപ്പെടുത്തുകയും ഇവരെ 10 ദിവസത്തേക്ക് കോടതി NIAയുടെ കസ്റ്റഡിയിൽ വിടുകയും ചെയ്തിട്ടുണ്ട്. ഇതോടൊപ്പം തന്നെ ഈ വൈറ്റ് കോളർ ഭീകര സംഘവുമായി ബന്ധപ്പെട്ടുള്ള അന്വേഷണം ഊർജിതമാക്കിയിരിക്കുകയാണ്. ഇവരുടെ മറ്റു കൂട്ടാളികളെ കണ്ടെത്താനാണ് ഈ അന്വേഷണം. ഇവരുടെ ബാച്ചിൽ പഠിച്ച അല്ലെങ്കിൽ ഇവരുമായി ബന്ധമുള്ള ജമ്മു കശ്മീർ കേന്ദ്രീകരിച്ചുള്ള ഡോക്ടേഴ്സിന്റെ ലോക്കറുകൾ ഉൾപ്പെടെയുള്ളവ പരിശോധിച്ചിരുന്നു കഴിഞ്ഞ ദിവസം അന്വേഷണ സംഘം. ഇതോടൊപ്പം തന്നെ മറ്റ് ഇടങ്ങളിലും പരിശോധന, മാധ്യമ സ്ഥാപനങ്ങളിൽ ഉൾപ്പെടെ പരിശോധന കഴിഞ്ഞ ദിവസം നടന്നിട്ടുണ്ട്. ഈ വൈറ്റ് കോളർ സംഘത്തിന്റെ ശൃംഖല അത് പ്രതീക്ഷിച്ചതിലും ഏറെയാണ് എന്നാണ് NIA കണക്കാക്കുന്നത്. മറ്റൊരു വിഷയം എന്നുള്ളത് G20 ഉച്ചകോടിക്കായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് ജോഹന്നാസ്ബർഗിലേക്ക് യാത്ര തിരിക്കുകയാണ്. 3 ദിവസത്തേതാണ് ഈ ഉച്ചകോടി. അദ്ദേഹം ഈ G20 സംബന്ധിച്ചുള്ള ഇന്ത്യയുടെ കാഴ്ചപ്പാടുകൾ ഇവിടെ വിശദീകരിക്കും എന്ന് വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചിട്ടുണ്ട്. ഒപ്പം തന്നെ ഈ G20 ഉച്ചകോടിയുമായി ബന്ധപ്പെട്ടുള്ള 3 സെഷനുകളിലും പ്രധാനമന്ത്രി നരേന്ദ്രമോദി സംസാരിക്കും എന്നും വിദേശകാര്യ മന്ത്രാലയം വ്യക്തമാക്കിയിട്ടുണ്ട്. ക്രിസ്റ്റീന. ബൽറാം നെടുങ്ങാടിയാണ് ഡൽഹിയിൽ നിന്ന് വിവരങ്ങളുമായി ചേർന്നത്. മകളുടെ വിവാഹ ആവശ്യത്തിനെടുത്ത വായ്പ തിരിച്ചടയ്ക്കാനാകാത്തതോടെ ജപ്തി ഭീഷണിയിലാണ് തൃശൂരിലെ ഒരു കുടുംബം. വിദേശത്ത് ജോലി ചെയ്തിരുന്ന ഭർത്താവ് ജയിലിലാകുകയും ഹൃദ്രോഗം പിടിപെടുകയും ചെയ്തതോടെ നിസ്സഹായ അവസ്ഥയിലായിരിക്കുകയാണ് വീട്ടമ്മയായ സുൽഫത്ത്. ആകെയുള്ള വീടും സ്ഥലവും ജപ്തി ചെയ്താൽ പെരുവഴി മാത്രമാണ് കുടുംബത്തിന്റെ ആശ്രയം. പോർക്കുളം MD കോളേജിന് എതിർവശത്തെ ലൈൻ കെട്ടിടം ഇരുമ്പുവാതിൽ തുറന്ന് ഇരുളടഞ്ഞ ഇടനാഴിയിലൂടെ 1ാമത്തെ നിലയിലേക്ക്. ഒറ്റമുറിയിൽ ദുരിതം പേറി കണ്ണീരണിഞ്ഞിരിപ്പാണ് സുൽഫത്ത്. മകളുടെ വിവാഹ ആവശ്യത്തിനു വേണ്ടിയാണ് പൂവത്തൂരിലെ 7 സെന്റ് സ്ഥലവും വീടും 5 ലക്ഷം രൂപയ്ക്ക് പണയപ്പെടുത്തി വായ്പ എടുത്തത്. പലപ്പോഴായി വായ്പ പുതുക്കി. 19 ലക്ഷം രൂപ അടയ്ക്കാനുണ്ട്. ഭർത്താവ് ദിലീപ് വിദേശത്ത് ജോലി ചെയ്യുന്നു എന്ന ആശ്വാസത്തിലാണ് വായ്പ എടുത്തത്. എന്നാൽ വിസ കാലാവധി കഴിഞ്ഞെന്ന് കാണിച്ച് ദിലീപിനെ ജയിലിലടച്ചതോടെ കുടുംബത്തിന്റെ കണക്കുകൂട്ടലുകൾ പിഴച്ചു. വർഷങ്ങൾ ജയിലിൽ കഴിഞ്ഞ് ദിലീപ് തിരിച്ചെത്തിയപ്പോഴേക്കും വിഷാദരോഗത്തിലായി. ജീവിതത്തിലേക്ക് മടക്കിക്കൊണ്ടുവന്നപ്പോഴേക്കും എല്ലാം നഷ്ടപ്പെട്ടു. കൈപിടിച്ച് നടത്തിയ സുൽഫത്ത് ഇന്ന് ഹൃദ്രോഗത്തിന്റെ പിടിയിലാണ്. മോളെ കെട്ടിച്ച് അത് ലോണിങ്ങനെ അടച്ചുകൊണ്ടിരുന്നേന്ന്. അതിൻ്റെ ഇടയിൽ സ്ട്രോക്ക് വന്ന് എനിക്ക് 2 അറ്റാക്ക് വന്നു. പിന്നെ ഭർത്താവ് ഗൾഫിലായിരുന്നു. അവിടെ വിസ അടിച്ച് കിട്ടാണ്ട് ആള് ജയിലിൽ വിട്ടു. അങ്ങനെ എല്ലാം ബ്ലോക്കായി മൊത്തത്തിൽ. അങ്ങനെ പലിശ കൂടി 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 ഇപ്പോൾ അത് ജപ്തിയായി. ലേലത്തിന് വെച്ചിരിക്കുക. എങ്ങനെയെങ്കിലും എന്നെ ഒന്ന് സഹായിക്കണം. ഏതെങ്കിലും വഴിക്ക് അതൊന്ന് അടച്ച് തിരിച്ചെടുത്ത് ജീവിക്കാൻ വേറൊരു മാർഗമില്ല. കോടതിയെ സമീപിച്ച് ഈ മാസം 22 വരെ ജപ്തി തടഞ്ഞിട്ടുണ്ട്. പക്ഷേ പണം തിരിച്ചടയ്ക്കാൻ നിർവാഹമില്ലാതായതോടെ പെരുവഴിയിലേക്ക് ഇറങ്ങേണ്ട അവസ്ഥയിലാണ് കുടുംബം. എങ്ങനെയും ഒന്ന് സഹായിച്ചിട്ട് വേറൊരു വഴിയില്ലാത്തതുകൊണ്ടാണ് ഞങ്ങളെ മുന്നിൽ കൈ നീട്ടണം. മരുന്ന് മുടങ്ങിയ കാരണം ഇപ്പോൾ 4 ദിവസം മുന്നേ വീണ്ടും സ്ട്രോക്ക് വന്നിട്ട് ചുണ്ടൊക്കെ കൂടിപ്പോയി. തളർന്നിട്ട് ആംബുലൻസിൽ കൊണ്ടുപോയത് മെഡിക്കൽ കോളേജിൽ. മകളുടെ കല്യാണത്തിന് വേണ്ടിയിട്ട് എടുത്തതാണ്. എന്നിട്ട് മകള് അവന് നോക്കണമില്ല. ഒരു കുട്ടിയായിട്ട് അവളെയും കൂടി ഞങ്ങൾ നോക്കേണ്ട അവസ്ഥയാണ്. തൃശൂർ. ഡൽഹി കലാപ ഗൂഢാലോചന കേസിലെ ഉമർ ഖാലിദ് ഉൾപ്പെടെയുള്ള പ്രതികളുടെ ജാമ്യാപേക്ഷയിൽ ഇന്നും സുപ്രീം കോടതിയിൽ വാദം തുടരും. ഡൽഹി പോലീസിന്റെ വാദമാണ് തുടരുക. ഇന്നലെ ഡൽഹി പോലീസ് വാദം ഉന്നയിക്കുന്നതിനിടെ ചെങ്കോട്ട ആക്രമണം പരാമർശിച്ചിരുന്നു. ബുദ്ധിജീവികൾ ഭീകരവാദികളായി മാറുമ്പോൾ അവർ കൂടുതൽ അപകടകാരികളാകുന്നുവെന്ന് ഡൽഹി പോലീസ് വാദിച്ചു. ഡൽഹി പോലീസിന്റെ വാദം പൂർത്തിയാകുന്നതോടെ ജാമ്യാപേക്ഷയിൽ സുപ്രീം കോടതി തീരുമാനമെടുക്കും. കലാപ ഗൂഢാലോചന നടത്തിയതിന് കൃത്യമായ തെളിവുകളില്ലെന്നാണ് പ്രതിഭാഗത്തിന്റെ വാദം. കരൂർ ദുരന്തത്തിന് ശേഷം സംസ്ഥാന പര്യടനത്തിനൊരുങ്ങുന്ന തമിഴക വെട്രിക്കഴകം അധ്യക്ഷൻ വിജയെ പരിഹസിച്ച DMK. പൊതുയോഗങ്ങൾക്ക് കൃത്യസമയത്ത് എത്തിയാൽ മതിയെന്ന് DMK വക്താവ് TKS ഇളങ്കോവൻ. ഡിസംബർ 4-ന് സേലത്ത് പൊതുയോഗം നടത്താൻ അനുമതി തേടി TVK പോലീസിൽ അപേക്ഷ നൽകി.
കരൂർ ദുരന്തത്തിന് ശേഷമാണ് വിജയ് പര്യടനം താൽക്കാലികമായി നിർത്തിയത്. പിന്നീട് ചേർന്ന ഭാരവാഹി യോഗങ്ങളിൽ യാത്ര തുടരണമെന്ന് അഭിപ്രായമുയർന്നു. ഇതോടെയാണ് ഡിസംബർ 4-ന് സേലത്ത് പൊതുസമ്മേളനം നടത്താൻ തീരുമാനിച്ചത്. പൊതുയോഗങ്ങൾക്ക് സർക്കാർ അനുമതി നൽകാനാണ് സാധ്യതയെന്നും എന്നാൽ കൃത്യസമയത്ത് വിജയ് എത്തിച്ചേരണമെന്നും DMK വക്താവ് TK സിലങ്കോവൻ പരിഹസിച്ചു. Public meeting is people should be made to sit in front of the stage and he will come to the stage and speak. But he should come on time. Even in a public meeting, if he calls his people to, if he announces that he will address the meeting at 12 o'clock and comes at 7:30, it is wrong. That he should understand. പൊതുയോഗത്തിനായി 3 ഇടങ്ങളാണ് TVK മുന്നോട്ട് വെച്ചിരിക്കുന്നത്. ഡിസംബർ 4-ന് കാർത്തിക ദീപം നടക്കുന്നതിനാൽ പൊതുയോഗത്തിന് സുരക്ഷ ഒരുക്കാൻ സാധിക്കുമോ എന്ന കാര്യം പോലീസ് പരിശോധിച്ചു വരികയാണ്. 24 ചെന്നൈ. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും നിയുക്ത ന്യൂയോർക്ക് മേയർ സൊറാൻ മംദാനിയും ഇന്ന് വൈറ്റ് ഹൌസിൽ കൂടിക്കാഴ്ച നടത്തും. നഗരത്തിലെ താങ്ങാനാകാത്ത വില പ്രതിസന്ധിയെപ്പറ്റിയുള്ള വിവരങ്ങൾ ചർച്ച ചെയ്യാനാകുമെന്ന് പ്രതീക്ഷിക്കുന്നതായി മംദാനി പറഞ്ഞു. പൊതുജന സുരക്ഷയും ജനങ്ങളുടെ സാമ്പത്തിക സുരക്ഷയും ട്രംപുമായി ചർച്ച ചെയ്യുമെന്നും മംദാനി വ്യക്തമാക്കി. നിശിത വിമർശകരുമായി പോലും ഇടപഴകാനുള്ള ട്രംപിന്റെ സന്നദ്ധതയാണ് കൂടിക്കാഴ്ചയിലൂടെ വെളിവാകുന്നതെന്ന് വൈറ്റ് ഹൌസ് വക്താവ് കാരലിൻ ലെവിറ്റ് പ്രതികരിച്ചു. അടുത്ത വർഷം ജനുവരി 1-നാണ് മംദാനി ന്യൂയോർക്ക് മേയറായി സ്ഥാനമേൽക്കുന്നത്. കോഴിക്കോട് പേരാമ്പ്ര സ്വദേശിയായ ഓമനയമ്മയ്ക്ക് 3 പെൺമക്കളാണ്. അവർ 3 പേരും ഇക്കുറി സ്ഥാനാർത്ഥികളുമാണ്. കാണാം ഓമനയമ്മയുടെയും മക്കളുടെയും വിശേഷം. ഇരവട്ടൂർ ആനേരിക്കുന്ന് കിഴക്കേൽ വീട്ടിൽ ഓമനയമ്മയുടെ 3 മക്കളും തിരക്കിലാണ്. വോട്ടുറപ്പിക്കുന്ന തിരക്കിൽ. മൂത്തമകൾ K വനജ പേരാമ്പ്ര ഗ്രാമപഞ്ചായത്ത് 17-ാം വാർഡിലെ സ്ഥാനാർത്ഥി. രണ്ടാമത്തെ മകൾ K സജിത മണിയൂർ ഗ്രാമപഞ്ചായത്ത് 6-ാം വാർഡിലാണ് മത്സരിക്കുന്നത്. ഇളയ മകൾ സരിത കുന്നുമ്മൽ ബ്ലോക്ക് പഞ്ചായത്ത് കൈവേലി ഡിവിഷനിലും. 3 പേരും CPIM-ന്റെ സ്ഥാനാർത്ഥികൾ. സാമൂഹ്യപരമായിട്ടും രാഷ്ട്രീയപരമായിട്ടും ഒക്കെ രംഗത്തിറങ്ങി പ്രവർത്തിക്കുന്ന അച്ഛനായിരുന്നു. അതുകൊണ്ട് തന്നെ അച്ഛൻ്റെ പാത പിന്തുടർന്നും കൊണ്ട് ഞങ്ങൾ ചെറിയ പ്രായത്തിലെ ഈ ഒരു പ്രവൃത്തിയിൽ ഇറങ്ങിയതാണ്. അതുകൊണ്ട് പാർട്ടി ഞങ്ങളെ ഇതുപോലുള്ളൊരു കാര്യം ഏൽപ്പിച്ച് അത് വിജയത്തിലെത്തുമെന്നുള്ള പ്രതീക്ഷ തന്നെയാണ് ഞങ്ങൾക്കുള്ളത്. വനജയും സജിതയും കന്നിയംഗത്തിനാണ് ഇറങ്ങുന്നതെങ്കിൽ സരിതയ്ക്ക് ഇത് 2-ാം അംഗമാണ്. കഴിഞ്ഞ തവണ അവർ കായക്കുടി ഗ്രാമപഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ആയിരുന്നു. മക്കൾ 3 പേരും മികച്ച വിജയം നേടുമെന്ന പ്രതീക്ഷയാണ് ഓമനയമ്മ പങ്കുവെക്കുന്നത്. എൻ്റെ 3 മക്കളും പ്രവർത്തനത്തിലിറങ്ങിയതാണ്. അതിലെനിക്ക് സന്തോഷമുള്ളൂ. അച്ഛനും ഞാനും ഒക്കെ പ്രവർത്തിച്ചതിൽ കൂടിയാണ് മക്കളും വളർന്നത്. അപ്പോൾ ഒരു 3 ആളും സ്ഥാനാർത്ഥികളാണ്. അപ്പോൾ അതിൽ വളരെ സന്തോഷം. പിതാവ് പരേതനായ കുഞ്ഞികൃഷ്ണൻ നായരുടെ പാത പിന്തുടർന്നാണ് മക്കൾ പൊതുരംഗത്തെത്തിയത്. സമീർ സി മുഹമ്മദ്, 24 കോഴിക്കോട്. നിയമവിരുദ്ധമായ ഉത്തരവുകൾ അവഗണിക്കാൻ സൈന്യത്തോട് ആവശ്യപ്പെട്ട ഡെമോക്രാറ്റുകളുടെ നടപടി വധശിക്ഷ വരെ ലഭിക്കാവുന്ന രാജ്യദ്രോഹപരമായ നടപടിയാണെന്ന് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. മിഷിഗൻ സെനറ്റർ എലിസ സ്ലോട്കിനും അരിസോണ സെനറ്റർ മാർക്ക് കില്ലിയും അടക്കമുള്ള ഡെമോക്രാറ്റുകൾ നടത്തിയ ആഹ്വാനത്തിനെതിരെയാണ് ട്രംപിന്റെ പ്രതികരണം. ട്രംപ് ഭരണകൂടം സൈന്യത്തെയും ഇന്റലിജൻസിനെയും അമേരിക്കൻ പൌരന്മാർക്കെതിരെ നിലകൊള്ളാൻ പ്രേരിപ്പിക്കുകയാണെന്നും നിയമവിരുദ്ധവും വിരുദ്ധവുമായ നടപടിക്ക് വധശിക്ഷ വരെ ലഭിക്കുമെന്നും ഡൊണാൾഡ് ട്രംപ് പറഞ്ഞു. ന്യൂസ് ബ്രേക്സിന്റെ സമയം പൂർണ്ണമാവുകയാണ്.